ഹ്യൂമൻ ബയോളജിക്കൽ വേസ്റ്റുകളെ ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. അത് എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ട്സുകൾ, കെട്ടിട സമുച്ചയങ്ങൾ, വില്ലാസ്, ഇവിടെയെല്ലാം ഇതുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം സുഗമമായി നടക്കൂ. എന്താണ് സീവേജ്? അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. ജലശുദ്ധീകരണ മേഖലയിലെ രണ്ടാമത്തൊരു ഘടകമാണ്, രണ്ടാമതൊരു വിഭാഗമാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയും. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബയോളജിക്കൽ വേസ്റ്റുകളെ ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. അത് എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ട്സുകൾ, കെട്ടിട സമുച്ചയങ്ങൾ, വില്ലാസ്, ഇവിടെയെല്ലാം ഇതുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം സുഗമമായി നടക്കൂ. അതായത് കൂടുതൽ ബാത്റൂമുകൾ, 10 അതിലധികമോ ടോയ്ലറ്റുകളുള്ള സ്ഥലങ്ങളിൽ ഈ പ്ലാന്റുകൾ വേണമെന്നുള്ള നിർബന്ധമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രൂവൽ വേണം. അങ്ങനെ അപ്രൂവലോടുകൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ടോയ്ലറ്റിൽ പോകുമ്പോൾ 20 ലിറ്റർ വെള്ളമാണ് ഫ്ലഷിങ്ങിലൂടെ പോകുന്നത്. ഖരമാലിന്യം 10% മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 100 വീടുണ്ടെങ്കിൽ അവിടെ ഒരു 3 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് ആയിരിക്കും ഉള്ളത്, ഏകദേശം അപ്രോക്സിമേറ്റ് ആണ്. ഇതിൽ 100 ഈ ഒരു 3 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് നിറയുമ്പോൾ അതിൽ 2,70,000 ലിറ്റർ വെള്ളവും 30,000 ലിറ്റർ ഖരമാലിന്യവും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്ത് ഗാർഡനിങ്ങിനും ഫ്ലഷിങ്ങിനും ഉപയോഗിക്കുന്ന രീതിയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്.